രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തം അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ സംസാരിച്ചേക്കാമെന്ന് അറിയുന്നു. എല്ലാരും ഒന്ന് സൈലന്റ് ആവുക. ഞാന് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ച് എല്ലാ മാസവും ഗുരുവായൂരിൽ മലയാള മാസം 1-ാം തീയതി ഞാൻ പോയി തൊഴാറുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ പത്രപ്രവർത്തകരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും രാവിലെ ഗുരുവായൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഞാൻ പങ്കുവച്ചതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുക 2 വരികളിൽ മാത്രമാണ്. എല്ലാ കാര്യവും ഗുരുവായൂരിൽ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, താൻ മന്ത്രിസഭയിലേക്കൊക്കെ എത്തുമോ എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. വി ഡി സതീശന് UDF പ്രവർത്തകരുടെ പിന്തുണയുണ്ടാകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ടൊരു സമവായത്തിൻ്റെ പാതയിലായിരുന്നു സംസാരിച്ചത്. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ കൂടെ തന്നെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികളടക്കം രാജിവെച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് അദ്ദേഹം പോയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. കാരണം ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാണാൻ പോലും രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും നിർണായകമായ ഒന്നാണ്. ആഭ്യന്തര മന്ത്രിസ്ഥാനമാണ് രമേശ് ചെന്നിത്തല ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ചുള്ള നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സമ്മർദ്ദതന്ത്രമാണോ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മകനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം അവിടെയുണ്ട്. അവർ അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നതും മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രമേശ് ചെന്നിത്തല അദ്ദേഹം കാറിൽ കയറിപ്പോയി. മാധ്യമങ്ങളോട് കാര്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ എന്നുള്ളതാണ്.